ആദ്യമേ തന്നെ പറയുന്നു, ആ സിനിമ എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടു, തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നുണ്ട്, ആ സിനിമയുടെ ക്രാഫ്റ്റിൽ എല്ലാവർക്കും വളരെ പോസിറ്റീവായുള്ള അഭിപ്രായമാണ്. ഇനി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണോ? ഈ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സിനിമ വരുന്നത് പോലെ? തീർച്ചയായിട്ടും അല്ല. കാരണം ഇത് ഞാൻ 2019 എഴുതി തുടങ്ങിയ സിനിമയാണ്. അതായത് ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അപ്പോൾ പല വഴികളിലൂടെ പല നടന്മാരിലൂടെ സഞ്ചരിച്ച് അവസാനം ഞാനത് ആദ്യം നിവിൻ പോളിയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അയാൾക്കും തിരക്കുണ്ടായിരുന്നു, എനിക്ക് മറ്റ് സിനിമകളുടെ തിരക്കുണ്ടായിരുന്നു. സിനിമ ആൻറ്റിന് അറിയാമല്ലോ എപ്പോഴാണ് സംഭവിക്കുന്നത്. പിന്നെ എനിക്കും നേരത്തെയുള്ള 2 കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നിവിനൊരു ബ്രേക്ക് വന്നപ്പോൾ ഇത് ചെയ്യാൻ നോക്കുമ്പോൾ ഇലക്ഷനുമായിട്ട് കൊളൈഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അത് ആകസ്മികം മാത്രമാണ്. തീർച്ചയായിട്ടും ആകസ്മികമാണ്. ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ മൂവോ ഒരു പൊളിറ്റിക്കൽ ഫണ്ടിങ്ങോ ആ അർത്ഥത്തിലില്ല. ഞാൻ സ്ട്രേറ്റ് ആയിട്ട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൈബർ അറ്റാക്ക് വരുന്നുണ്ട് താങ്കൾക്ക്. ഇതിനകത്ത് വലിയ മുതൽ മുടക്കുള്ള സിനിമയാണ്. 50% ശ്രീ ഗോകുലം ഗോപാലിനാണ് മുതൽ മുടക്കിയിരിക്കുന്നത്. ഗോകുലം ഗോപാലിന്റെ കോൺഗ്രസ് രാഷ്ട്രീയം അല്ലേ? 50% ഞാനാണ് മുതൽ മുടക്കിയിരിക്കുന്നത്. ബി ഗോപാലകൃഷ്ണൻ, ഞാൻ അറിയുന്ന ബി ഗോപാലകൃഷ്ണൻ അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയം ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു മാറിപ്പോയിട്ടു. ഉണ്ണികൃഷ്ണൻ തെറ്റിപ്പോയി. കാര്യം തൃശ്ശൂരിലെ ഞാൻ ഗോപാലകൃഷ്ണനുമായിട്ട് അടി ഉണ്ടാക്കി തിരിച്ചു വന്നതേ ഉള്ളൂ. സോറി, കുഴപ്പമില്ല. അപ്പോൾ ബി ഉണ്ണികൃഷ്ണന് അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയല്ല, ഇത്രയും രൂപ മുടക്കി നമ്മളൊരു പ്രൊപ്പഗൻഡ നടത്തുന്ന വിധത്തിൽ നമുക്ക് ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് കമ്മിറ്റ്മെന്റും ഇല്ല. അതും വളരെ കൃത്യമായിട്ട് പറയാനാണ്. സിനിമയായിട്ട് കാണുന്നു. ഇപ്പൊ ഞാൻ ദീപ്തിയുടെ സംസാരം കേട്ടല്ലോ, അവർക്ക് പോലും കൺഫ്യൂഷനാണ് ഇത് എന്താണ് സംഭവം എന്നുള്ളത്. ഇപ്പൊ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് പ്രോ ഉമ്മൻചാണ്ടിയാണോ ആന്റി ഉമ്മൻചാണ്ടിയാണോ, അത് ബയോപിക് ആണോ അല്ലയോ എന്നുള്ളത്. എനിക്കിപ്പോ പറയാനുള്ള ഒരു ഉദാഹരണം, നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള താങ്കൾക്കറിയാം സാമുവൽ ബെക്കറ്റ്. അദ്ദേഹം വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറഞ്ഞ വളരെ പ്രശസ്തമായ, അത് നോബൽ പ്രൈസ് കിട്ടിയതാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് ഈ ഗോദോ, വലിയ ഡിസ്കഷൻ നടക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കറിയാമെങ്കിൽ ഞാൻ പറഞ്ഞേനെ നാടകത്തിൽ, എനിക്കറിയില്ല അത് ആരാണെന്ന്. അതുപോലെ ഇത് 100% ഫിക്ഷണലായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മുമ്പ് പോയ ദാമോദരൻ മാഷായാലും രഞ്ജി പണിക്കരായാലും ഇപ്പം ശ്രീനിവാസനായാലും ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് പരിചിതമായ ചില പൊളിറ്റിക്കൽ ഫിഗേഴ്സിൻ്റെ ഷെയ്ഡ്സ് അതിനകത്തുണ്ടാവും. എന്നാൽ മാത്രമേ കാണികൾക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഷെയ്ഡ്സ് ഉണ്ട്. അത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഷെയ്ഡ്സ് മാത്രമല്ല, ലീഡർ കെ കരുണാകരൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്. ടങ് ഇൻ ചീക്കായിട്ട് സംസാരിക്കുക ഒരിക്കലും ഉമ്മൻചാണ്ടി സാർ ചെയ്യുന്ന കാര്യമല്ല, ഈ കുസൃതി തിരിച്ചു പറയുക എന്നുള്ളത്. ഇതിനകത്തെ മുഖ്യമന്ത്രിക്ക് അങ്ങനത്തെ ക്യാരക്ടറുണ്ട്. അപ്പോൾ എനിക്ക് പരിചിതമായിട്ടുള്ള എല്ലാ ജനകീയ നേതാക്കളുടെയും ചില ഷെയ്ഡ്സ് പല ക്യാരക്ടേഴ്സിലും. അത്രമാത്രമേ ഉള്ളൂ. അതല്ലാതെ ഉമ്മൻചാണ്ടിയുടെ ഒരു ബയോപിക് നിർമ്മിക്കുകയായിരുന്നില്ല ഉദ്ദേശം. അതിന് വേണ്ടുന്ന ഒരു ബയോപിക് അല്ല എന്നുള്ളതിന് തെളിവ് ഉമ്മൻചാണ്ടി സാറിന് 3 മക്കളാണ്, 2 പെൺകുട്ടികളും ഒരു മകനും. ഉമ്മൻചാണ്ടി ഉമ്മൻ ഇതിനകത്ത് 2 ആൺമക്കളാണ്. അപ്പൊ ആ വിവാദം നമുക്ക് തൽക്കാലം അവിടെ വിടാം. സിനിമ പറഞ്ഞോട്ടെ, അത് തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണനാണ് അതിൻ്റെ അകത്ത് അഭിപ്രായം പറയേണ്ടത്. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ ഒരു സിനിമ 2019 തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇറക്കിയതിൽ അല്പം രാഷ്ട്രീയമുണ്ടോ എന്നുള്ള ഒരു സംശയം. രാഷ്ട്രീയം നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് സൈബർ അറ്റാക്കിന് ഗുണം ചെയ്യുന്ന പ്രൊഡ്യൂസർ അല്ല, ഗുണം ചെയ്ത അങ്ങനെ ഒരു മുതലെടുപ്പ് ഇതിനകത്തില്ല, തീർച്ചയായിട്ടും ഇല്ല. ദീപ്തിക്കയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയുകയാണ്, ഏറ്റവും സിനിമയുടെ നല്ല സീസൺ ഇത് ഇന്നിപ്പോ SSLC പരീക്ഷ കഴിഞ്ഞു, ഞങ്ങൾക്ക് 2 കാശ് കിട്ടും. പക്ഷെ അതെന്തായാലും രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് സിനിമ കാണും ഉണ്ണികൃഷ്ണൻ, പക്ഷേ അഭിപ്രായ വ്യത്യാസമുണ്ട്.